നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കരിങ്കൊടി കാണുമ്പോൾ ഹാലിളകുന്ന മുഖ്യനെ സംരക്ഷിക്കാൻ അംഗരക്ഷക ഗുണ്ടകളുടെ തേർവാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് നവകേരളം. ആലപ്പുഴയിൽ ഒരു യൂത്ത് കോൺഗ്രസുകാരനെയും ഒരു KSUക്കാരനെയും തല്ലി ഒതുക്കാൻ നവകേരള ബസിന് തൊട്ടു പിന്നിൽ വന്ന അംഗരക്ഷകർ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്? അനിൽകുമാർ കല്ലിയൂർ എന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനാണോ ഇപ്പോൾ കേരളത്തിന്റെ DGP? ഇതേ കരിങ്കൊടിയുമായല്ലേ ഗവർണറെ തടിയാൻ SFI പിള്ളേർ മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെ കാലിക്കറ്റ് സർവകലാശാലയിൽ പോയത്? ഒരിടത്ത് കരിങ്കൊടിക്കാരെ തല്ലാൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഗുണ്ടകളും യൂണിഫോം ഇട്ട DYFIക്കാരും എല്ലാത്തിനെയും ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയും, മറുവശത്ത് SFIയുടെ കരിങ്കൊടിക്കാരെ നോവാത വാഹനത്തിൽ കയറ്റുന്ന പോലീസ് നാടകം. നവകേരള ബസിന്റെ യാത്ര ആലപ്പുഴയും കടന്ന് പത്തനംതിട്ടയിലേക്ക് കുതിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. എന്തു പറ്റി മുഖ്യമന്ത്രി താങ്കൾക്ക്? പ്രൈം ഡിബേറ്റിൽ ഇന്ന് CPM നേതാവ് ശ്രീ VPP മുസ്തഫ, കോൺഗ്രസ് നേതാവ് ശ്രീ ജിൻഡോ ജോൺ, BJP നേതാവ് ശ്രീ യുവരാജ് ഗോകുൽ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ VPP മുസ്തഫ, മുഖ്യമന്ത്രിയുടെ നവകേരള ബസിന് കരിങ്കൊടി കാണിക്കുന്ന രണ്ടു പേർ, ഒരു യൂത്ത് കോൺഗ്രസുകാരനും ഒരു KSUക്കാരനും, ആ രണ്ടുപേരെയും ലോക്കൽ പോലീസ് സൈഡിലേക്ക് മാറ്റി നിർത്തി നവകേരള ബസിന് പോകുവാനുള്ള വഴിയൊരുക്കി. ആ സമയത്താണ് ഈ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടത്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കാണുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ SFIക്കാർ കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം നടത്തിയിരുന്നു. ഗവർണറെ തടയുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഗവർണർ എത്തുന്നതിന് മുൻപായിരുന്നു SFIക്കാർ സമരം നടത്തിയത്. SFIക്കാരെ പോലീസ് നീക്കം ചെയ്തു. കാലിക്കറ്റ് സർവകലാശാലയിലെ ഗസ്റ്റ് ഹൌസിലായിരിക്കും ഇന്ന് ഗവർണർ തങ്ങുക. ഗവർണർ നേരത്തെ തന്നെ വെല്ലുവിളി നടത്തിയതാണ്. SFIക്കാർ ഏത് സമരം നടത്തിയാലും താൻ എത്തുമെന്ന്. ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഗവർണർ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തും. നേരെ എയർപോർട്ടിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെയാണ് ഗസ്റ്റ് ഹൌസിൽ തങ്ങുക. പ്രൈം ഡിബേറ്റിലേക്ക് തിരികെ വരികയാണ്. ശ്രീ VPP മുസ്തഫ, നേരത്തെ പറഞ്ഞതുപോലെ നവകേരള ബസിന് മുന്നിൽ കരിങ്കൊടി കാട്ടിയത് ഒരു KSUക്കാരനും ഒരു യൂത്ത് കോൺഗ്രസുകാരനെയും. ലോക്കൽ പോലീസ് വളരെ സമർത്ഥമായി അവരെ രണ്ടുപേരെയും മാറ്റുന്നത് ദൃശ്യത്തിൽ കണ്ടതാണ്. പക്ഷേ നവകേരള ബസിന്റെ തൊട്ടു പിന്നിൽ വന്ന വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങിയ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരും പിന്നെ 3 സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയത്? വേണമായിരുന്നോ ഇതൊക്കെ? നവകേരളത്തിൽ എന്തൊക്കെയാണ് കാണേണ്ടി വരിക? നവകേരളത്തിൽ പൊതുവെ നല്ല കാഴ്ചകൾ തന്നെയാണ് ഉള്ളത്. എന്തു പറ്റി മഞ്ജുഷനും ന്യൂസ് 18നും എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ വലിയൊരു പങ്ക് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാവിലത്തെ അദ്ദേഹത്തിന്റെ പ്രസ് ബ്രീഫിംഗിൽ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ടാർഗറ്റിലാണല്ലോ നീങ്ങുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി ന്യൂസ് 18, എന്ത് പറ്റി മഞ്ജുഷ് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, മുഖ്യമന്ത്രിയോട് എന്ത് പറ്റി മുഖ്യമന്ത്രി എന്ന് ചോദിക്കുന്ന ആളുകൾ ഇപ്പൊ മറ്റൊരു ദൃശ്യം കാണിച്ചു ന്യൂസ് 18 തന്നെ. അത് ഗവർണറുടെ ആണ്. എന്ത് പറ്റി ഗവർണർ എന്ന് ചോദിക്കാൻ തയ്യാറാകുന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മുന്നിലുള്ള ചർച്ചയുടെയും വിഷയങ്ങൾ സംവദിക്കുന്നതിന്റെയും രീതി എന്ന് പറയുന്നു. ഇവിടെ തന്നെ നോക്കൂ, ഇനിയിപ്പോ ഈ ചർച്ച നടത്തുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? CPIMന്റെ എന്തെങ്കിലും നിലപാടൊക്കെ ചോദിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം താങ്കളുടെ ഇൻട്രോ എന്ന് പറയുന്നത് താങ്കൾ കാര്യം വിവരിച്ചു, അതിനുള്ള വിധിയും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വിധി പറഞ്ഞു കഴിഞ്ഞിട്ട് വാദമുയർത്തുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? അതാണ് നമ്മുടെ സംവാദങ്ങളുടെ ഇല്ല. താങ്കൾക്ക് വാദമുയർത്താൻ ധാരാളം സമയം ഞാൻ തരാം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ശ്രീ VPP മുസ്തഫ, താങ്കൾക്ക് തന്നെ അറിയാവുന്നതല്ലേ, ലോക്കൽ പോലീസ് 2 സമരക്കാരെ നേരിടുന്നതിൽ പരാജയപ്പെട്ടു എന്നതിന് കൂടി ഉദാഹരണമല്ലേ ഈ ഗൺമാനും 3 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇറങ്ങി വന്ന് അവരെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചത്? അങ്ങനെ അല്ല. ശരിക്കും അങ്ങനെ ലോക്കൽ പോലീസ് പരാജയപ്പെട്ടത് കൊണ്ടല്ല. എന്തൊരു വീറും വാശിയോടും കൂടിയാണ് ആ 2 പയ്യന്മാരെ തല്ലി ഒതുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും. എന്തിനു വേണ്ടിയായിരുന്നു? ഗൺമാൻ മുഖ്യമന്ത്രിക്ക് ഒപ്പം പോകേണ്ടയാളല്ലേ, മുഖ്യമന്ത്രിയുടെ സുരക്ഷ നോക്കേണ്ടയാളല്ലേ. ഇവിടെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയതിനു ശേഷം ഗൺമാൻ എസ്കോർട്ട് വാഹനത്തിന്റെ മുന്നിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ്. എന്തിനാണ് അദ്ദേഹത്തിന് ഈ ആവേശം? ആരെ കാണിക്കാനാണിത്? ഗൺമാൻ ആണോ അതോ ഈ എസ്കോർട്ട് വാഹനത്തിലുള്ള മറ്റേ സ്പെഷ്യൽ കമാൻഡോ പോലീസുകാരാണോ? ഗൺമാൻ എന്ന് പറയുന്നയാൾ മുഖ്യമന്ത്രിയുടെ കൂടെ സദാ ആ വാഹനത്തിൽ തന്നെയാണുള്ളത്. അപ്പോ അതിൽ തന്നെ ഒരു ധാരണ ബസ്സിൽ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊള്ളും. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ആരാണ്? ഈ അനിൽ കല്ലിയൂർ എന്ന് പറഞ്ഞ ആൾ ആരാണ്?
മുഖ്യമന്ത്രിയുടെ PSO അല്ലേ? എന്റെ അറിവ് വെച്ച് അങ്ങനെയാണ് തോന്നുന്നത്. അദ്ദേഹം ആ എസ്കോർട്ട് വാഹനത്തിൽ ഉണ്ടായിരുന്നു. മുന്നിൽ നിന്ന് ചാടി ഇറങ്ങുന്നതും ആ ദൃശ്യത്തിൽ കാണാം, തല്ലുന്നതും കാണാം. ഇവിടെ ഞാൻ താങ്കൾ സമയം അനുവദിക്കാത്തതോ അല്ലെങ്കിൽ സമയം കിട്ടാത്തതോ ഒന്നും അല്ല ഞാൻ പറയുന്ന വിഷയം. നമ്മുടെ ചർച്ചയുടെ സ്വഭാവത്തിന്റെ കാര്യമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. പക്ഷെ അതല്ല നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടത്. കാരണം താങ്കൾക്ക് തന്നെ പറയാവുന്ന പോലെ ഞങ്ങളത് ദീർഘകാലമായിട്ട് താങ്കളൊക്കെ നയിക്കുന്ന ചർച്ചയുടെ സ്വഭാവത്തിന്റെ ജനാധിപത്യ വിരുദ്ധത ചൂണ്ടിക്കാണിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ നമ്മൾ ഇന്നെടുത്ത വിഷയം എന്ന് പറയുന്നത്. അതാദ്യം ഒന്ന് താങ്കളുടെ ഇന്റർവ്യൂയോട് പ്രതികരിച്ചു എന്നുള്ളത് മാത്രമാണ്. ഇവിടെ പോലീസ് എന്ന് പറയുന്നത് ഏത് സർക്കാരായാലും മർദ്ദക സംവിധാനം തന്നെയാണ്. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്തോ ഒരു പുതിയ സംഭവം നടന്നിരിക്കുന്നു. അത് ഈ മുഖ്യമന്ത്രി എന്തോ ഒരു പ്രത്യേകമായിട്ട് നിർദ്ദേശം കൊടുത്ത് ഇങ്ങനെ സമരം ചെയ്യുന്നവരെ എല്ലാം തല്ലിയൊതുക്കുകയാണ്. ഇതിനേക്കാളൊക്കെ അതിഭീകരമായ പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഈ കേരളത്തിലുണ്ട്. വളരെ ഭൂതകാലത്തൊന്നുമല്ല, സമീപ വർഷങ്ങളിൽ, നേരത്തെ UDF ഭരിച്ചിരുന്ന വർഷങ്ങളിൽ ഈ കേരളത്തിൽ എങ്ങനെയാണ് അന്ന് പോലീസിനെ ഉപയോഗിച്ചത് സമരം ചെയ്യുന്നവർക്ക് നേരെ, എത്രമേൽ ഭീകരമായിട്ടാണ് അന്ന് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പോലും, വലിയ തടിമിടുക്കുള്ള ആളുകളെ മാത്രമല്ല വിദ്യാർത്ഥികളെ പോലും നേരിട്ടിരുന്നത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണല്ലോ. അത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. അങ്ങനെ ആവർത്തിക്കരുത് എന്ന് നമ്മളെല്ലാം അന്ന് ചർച്ച ചെയ്തതുമാണ്. താങ്കൾ എന്റെ ഈ നിഷ്പക്ഷത കുറവിനെ കുറിച്ച് ആദ്യം സംസാരിച്ചുവല്ലോ. ആ സമയത്ത് നിങ്ങൾക്കൊപ്പം നിന്ന് സംസാരിച്ചയാൾ ഞാനും ഉണ്ടായിരുന്നു, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, ഇങ്ങനെ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്ന UDFന്റെ ഭരണകാലത്ത്. അതുകൊണ്ട് അത് എനിക്ക് മറവിയൊന്നും സംഭവിച്ചിട്ടില്ല. അത് ഏത് കാലത്താണെങ്കിലും അതിനെതിരെ ശബ്ദമുയർത്തും. നിങ്ങൾ പക്ഷേ ഇപ്പോൾ സെലക്റ്റീവ് അംനീഷ്യ ബാധിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവിടെ ഏത് കാലത്തും സംഭവിക്കുന്നത് പോലെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ എന്ന്. 2 കുട്ടികളെ തല്ലിച്ചതയ്ക്കാൻ, മുമ്പ് വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുമ്പോൾ അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്ന കാര്യം ഇത് തന്നെയാണല്ലോ, ഞങ്ങളുടെ കുട്ടികളെ തല്ലാൻ അനുവദിക്കുകയില്ല എന്ന്. അതുതന്നെയാണ് ഈ 2 കുട്ടികളെ തല്ലിച്ചതയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന് ആരാണ് ലൈസൻസ് കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് എന്ത് ഹാനിയാണ് അവിടെ സംഭവിച്ചത്? മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയതിനു ശേഷമാണ് ഈ തല്ല് മുഴുവൻ അവിടെ നടന്നത്. താങ്കളുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തതിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പ്രശ്നവുമില്ല. കാരണം എന്താ, താങ്കൾ ഇപ്പോൾ ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, സെലക്റ്റീവ് അംനേഷ്യ. അത് ഇന്നലെയും ഇന്നും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ താങ്കൾ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മാത്രം, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതല്ല, പക്ഷെ ഈ സെലക്റ്റീവ് അംനേഷ്യ ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞതുകൊണ്ട് താങ്കൾക്ക് എന്തോ വലിയ നിഷ്പക്ഷതയാണ് എന്ന് സ്ഥാപിക്കാൻ, താങ്കൾ നടത്തിയതിനെ കുറിച്ച് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ എനിക്ക് പരാമർശിക്കേണ്ടി വരുന്നതാണ്. തോമസ് ഐസക്കിനും കിഫ്ബിക്കുമെതിരായിട്ടുള്ള EDയുടെ നോട്ടീസ് വന്നപ്പോ, നോട്ടീസാ, അവര് പ്രതിയല്ല, അവര് കുറ്റവാളികളല്ല, അവര് തട്ടിപ്പുകാരല്ല, വെറും നോട്ടീസ് വന്നപ്പോൾ താങ്കളുടെ മീഡിയ ഉൾപ്പെടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകിയിരുന്ന കവറേജും ഇന്നലെ ഹൈക്കോടതിയുടെ മുമ്പിൽ ആ ED വാലും ചുരുട്ടി ഓടിയപ്പോൾ നിങ്ങൾ കൊടുത്ത കവറേജും ഏതാണ് സെലക്റ്റീവ് അംനേഷ്യ എന്നുള്ളത് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വല്ലാതെ നിഷ്പക്ഷതയാണ് എന്നൊന്നും പറയല്ലേ. അന്നും എങ്ങനെയാണ് ഇന്നത്തെ ഈ നവകേരള സദസ്സിന്റെ കൂടെ അതിനൊരു മന്ത്രിയുണ്ട്, അത് സഖാവ് P രാജീവാണ്. ആ P രാജീവ് SFIയുടെ നേതാവായിരുന്നപ്പോൾ 1994 നവംബർ 25 തീയതി ഉൾപ്പെടെ ഓർമ്മയിൽ വരും, മറക്കില്ല. കാരണം അന്നാണ് കൂത്തുപറമ്പിൽ 5 പേരെ കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ വെടിവെച്ച് കൊന്നത്. അതിൽ പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് എറണാകുളം നഗരത്തിലിട്ട് അന്നത്തെ വിദ്യാർത്ഥി നേതാവായിരുന്ന ഈ P രാജീവിനെ അടിച്ച് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ മുഴുവൻ അടിയിൽ കീറിപ്പോയി, പോലീസുകാരുടെ മർദ്ദനത്തിൽ കീറിപ്പോയി. അന്ന് കൊണ്ടുപോയിരുന്ന ചിത്രങ്ങൾ മറ്റു മാധ്യമങ്ങളിൽ വന്നിട്ടില്ല, ദേശാഭിമാനിയിലേ വന്നിട്ടുള്ളൂ. ഇന്ന് അദ്ദേഹം ഈ മന്ത്രിയായിട്ടിരിക്കുക. അതുകൊണ്ട് സെലക്റ്റീവ് ആയിട്ട് ന്യൂസുകൾ അവതരിപ്പിക്കുന്നത് അങ്ങനെയൊന്നും അല്ല ശ്രീ VPP മുസ്തഫ. SFIക്കാർക്ക് തല്ലുകൊള്ളുന്നത് ദേശാഭിമാനിയിൽ മാത്രം വന്ന വാർത്തയല്ല. SFIക്കാർക്ക് കഴിഞ്ഞ 7.5 വർഷമായിട്ട് തല്ലുകൊള്ളുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വാർത്ത കൊടുക്കുവാനും പറ്റുന്നില്ല. ഇന്നും SFIക്കാർക്ക് തല്ല് കിട്ടിയിട്ടില്ല. ഗവർണറെ തടയാൻ വേണ്ടി സർവ്വസന്നാഹവും മുഴക്കിപ്പോയ SFIക്കാരെ വളരെ എന്താണ്, അതൊരു നാടകം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പോകലും ഏൽക്കാതെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അതുകൊണ്ട് ഈ സമയത്ത് ഉണ്ടാവുകയില്ല. പക്ഷേ അതിനു മുൻപ് SFIക്കാർക്ക് തല്ല് കിട്ടിയ അവസരത്തിലൊക്കെ സ്വാശ്രയ കോളേജ് സമരത്തിൽ ഉൾപ്പെടെ വലിയ കവറേജ് കൊടുത്ത മാധ്യമങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഞാനും. അതുകൊണ്ട് താങ്കൾ എന്നെ ആ ഓർമ്മപ്പിച്ചതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പോലീസ് മർദ്ദനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പോലീസ് ഭരണകൂടത്തിന്റെ മർദ്ദക ഉപകരണമാണ്. ആ രൂപത്തിലാണ് അവരെ ശിക്ഷണം നടത്തി വളർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ ഈ ലാത്തി അടിയെ
തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒഴിവാക്കേണ്ടതായിരുന്നു, എനിക്ക് തർക്കമില്ല. പക്ഷേ അത് എന്തോ ഒരു ആദ്യത്തെ സംഭവമാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം. ഇവിടെ ഞാൻ താങ്കളിലേക്ക് വരാം. അല്ലല്ലേ, ആദ്യത്തെ പ്രശ്നം എന്ന രീതിയിലല്ല, ഇവിടെ പോലീസുകാർ അല്ല, ഈ ഒരു സംഭവത്തെ കുറിച്ചെങ്കിലും ഓർക്കണമല്ലോ ശ്രീ VPP മുസ്തഫ. ഇത് വലിയ ഒരു എന്താണ് ഐതിഹാസിക സമരമോ ധാരാളം ആളുകൾ കൂടി നവകേരള ബസിനെ തടയുന്ന ഒരു വിഷയമൊന്നുമല്ല. 2 പേർ ചെന്ന് ഒരു കരിങ്കൊടി കാണിച്ചു, അവരെ പുഷ്പം പോലെ എടുത്ത് മാറ്റുകയും ചെയ്തു പോലീസുകാർക്ക് അതിൽ തൃപ്തി ഉണ്ടായിരുന്നു, അവർ അങ്ങ് മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്ക് ദൃശ്യത്തിൽ കണ്ടതല്ലേ, എന്താവശ്യമായിരുന്നു എസ്കോർട്ട് വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങി തല്ലാൻ മുൻകൂട്ടി കരുതിയിരുന്നത് പോലെ. അതേ ചോദ്യം ചെയ്തുള്ളൂ ശ്രീ ജിൻഡോ.